ഏറ്റവും പുതിയ അമീർ ഖാൻ ചിത്രം സിതാരെ സമീൻ പർ. മലയാളി താരം ഗോപി കൃഷ്ണൻ വർമ്മ അദ്ദേഹത്തോടൊപ്പം ആ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കഥ പറയുന്ന ആ ഒരു ചിത്രത്തിൽ ഗുഡു എന്ന കഥാപാത്രം, ആ ക്യാരക്ടറാണ് ഗോപികൃഷ്ണൻ വളരെ നന്നായി അത് അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിന് പിന്നാലെ രാജ്യാന്തര ചിത്രത്തിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഗോപികൃഷ്ണൻ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കഥ പറഞ്ഞ 2007 പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമാണ് താരെ സമീൻ പർ. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രയാസങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുക എന്ന തുടർച്ചയുടെ ഭാഗമായാണ് പുതിയ അമീർ ഖാൻ ചിത്രം സിതാരെ സമീൻ പർ യൂട്യൂബിലൂടെ റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയത് മലയാളിയായ ഗോപികൃഷ്ണൻ വർമ്മയാണ്. ഡൗൺ സിൻഡ്രോം ബാധിതനായ മകൻ താരമായതിന് പിന്നിൽ ഒരമ്മയുടെ നിശ്ചയദാർഢ്യം കൂടെയുണ്ട്. പിന്നെ അവൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് അഭിനയിക്കണം, എനിക്ക് നടനാവണം എന്ന് പറയും, ഹീറോ ആയാൽ മതി എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ആദ്യമൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ അവനിങ്ങനെ ഭയങ്കര നന്നായിട്ട് അവൻ കാണിച്ചു തുടങ്ങി. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകൾക്ക് പുറമെ ഇന്തോ വിയറ്റ്നാം സാംസ്കാരിക പാരമ്പര്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നിർമ്മിക്കുന്ന ലോകത്തെ പ്രഥമ അന്തർദേശീയ ചലച്ചിത്രത്തിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോപി. ഇന്തോ വിയറ്റ്നാം ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു ഇന്റർനാഷണൽ മൂവിയാണ്. അതിൽ ഗോപികൃഷ്ണന് വേണ്ടി സത്യം പറഞ്ഞാൽ അവരൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് അവർ പറഞ്ഞത്. കലാകായികം എന്ന് വേണ്ട ഓരോ ഭിന്നശേഷി വ്യക്തികളുടെയും അഭിരുചികളെ തിരിച്ചറിഞ്ഞ് മികവ് പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കിയാൽ അത് ഇത്തരം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് ന്യൂറോളജി മേഖലയിലെ ഗവേഷണങ്ങൾ പറയുന്നത്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ സങ്കല്പങ്ങളെയും കാഴ്ചപ്പാടുകളെയും പുനർനിർവചിക്കാനാകുമെന്ന് കൂടെയാണ് ഗോപികൃഷ്ണനിലെ താരവും നമ്മോട് പറയുന്നത്. ഗായികയായ അമ്മ രഞ്ജിനി വർമ്മയുടെയും അച്ഛൻ കിഷോർ അനിയന്റെയും ത്യാഗപൂർണമായ സമർപ്പണത്തിന്റെ ഫലം കൂടെയാണ് ഈ താരം. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.